ഹായ്, ഇന്നിവിടെ ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുള്ള ചിക്കനാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നുള്ളു കുരുമുളക് പൊടി, ഒരു സ്പൂണ് തൈര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അരിയാണ് കഴുകിയിട്ട്, ഇത് കൈമ റൈസാണ്. കഴുകിയിട്ടൊരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഇതിലേക്കുള്ള സവോള, മല്ലിയില, പുതിന, തക്കാളി, ക്യാരറ്റ്. ഇനി നമ്മൾ ചതയ്ക്കാനുള്ള വെളുത്തുള്ളി, ഇഞ്ചി. ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കും. നമ്മളത് തയ്യാറാക്കണം എങ്ങനെയാണ് നോക്കാം. ചോറിനുള്ള വെള്ളമാണ്. അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കായ അങ്ങനെയുള്ളത് ഇട്ട് കൊടുക്കും. ക്യാരറ്റ് ഇനിയിപ്പോൾ ചോറിന് ആവശ്യമുള്ള ഉപ്പാണ്. കുറച്ച് ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തിളയ്ക്കുമ്പോൾ ചോറിട്ട് കൊടുക്കാം, അരി ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത് പകുതി ചോറിലേക്കുള്ള സവാളയാണ്, പകുതി ചിക്കൻ റെഡിയാക്കാനുള്ളത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്തെടുക്കുകയാണ്. അതിന് ശേഷം സവാള കുറേശ്ശെയിട്ട് വറുത്ത് പോരാം. സവാള 2-3 ട്രിപ്പായിട്ടാണ് നമ്മൾ വറുത്ത് പോരുന്നത്. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. ചിക്കനിലേക്കുള്ള ഉള്ളിയാണ് മസാല ഉണ്ടാക്കാനുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്തതാണ്, റെഡിയായിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ പച്ചമുളകിന് പകരം ഞങ്ങൾ ചീനമുളകാണ് ഇട്ടിട്ടുള്ളത്. തക്കാളി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ്, മുളക് പൊടിയും ചേർക്കണില്ല. ഈ വറുത്ത് വെച്ച ഉള്ളി ഒരു ലേശം ഞങ്ങൾ ഇങ്ങനെ ചേർക്കാറുണ്ട്. ഈ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. ബിരിയാണിയിലേക്കുള്ള ഇറച്ചി റെഡിയായി. നമുക്കിതൊന്ന് മസാലയൊക്കെ ഇറച്ചിയിൽ പിടിച്ച് വരുന്നവരെ ഒന്ന് മൂടി വയ്ക്കുക. ഈ ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ ഒരു 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറിട്ട് കൊടുക്കുന്നു. ഇതിൽ പകുതി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് ഗരം മസാല, മല്ലിയില, പുതിന, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സവാള ഫ്രൈയും പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി കുറേശ്ശെ. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മുഴുവൻ ചോറും ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഗരം മസാലയുടെ പൊടിയും മല്ലിയിലയും പുതിനയും ഉണ്ട്. എന്ത് ഭംഗിയെ കാണാല്ലേ. ഇനി കുക്കർ മൂടി ഏറ്റവും കുറച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്കിത് റെഡിയായി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് സ്പെഷ്യൽ. ബൈ.